ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പോയി എവിക്ഷൻ ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു കത്തിലൂടെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മുൻഷി രഞ്ജിത്തേട്ടൻ, നമസ്കാരം. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്യുന്നു. മസാല ദോശ അയാൾ ഇങ്ങനെ വലിയ കൊണ്ടുപോയി അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവടയും കാണും. വലിയ രാജകീയമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി. ഇവിടെ വരുമ്പോൾ വട വേണ്ട എന്ന് പറയുമ്പോൾ പുള്ളി അത് തൂക്കിയെടുത്തോണ്ട് ആ കണ്ണാടി പട്ടികത്തോട്ട്. അപ്പോൾ അതുപോലെ വളരെ രാജകീയമായിട്ട് നമ്മൾ അവിടെ ബിഗ് ബോസിനകത്തോട്ട് കയറി വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞുകൊണ്ടുള്ള അവസ്ഥയായിരിക്കും ഞാൻ പോയിട്ട്. മലയാളികൾക്ക് പ്രിയപ്പെട്ട ശബ്ദത്തിനുടമ, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, അത് വായിച്ചപ്പോൾ എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതികളൊന്നും തന്നെ ഇല്ല. അത് വായിക്കുമ്പോൾ അത് എത്ര പേരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറും. അത് ഞാനൊന്നും വായിച്ചാൽ അത്രയും വരില്ല. എനിക്ക് ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികൾ ഒന്നും തന്നെ ഇല്ല. എത്ര മനോഹരമായ ഒരു പരാതിയാണ്. 20 പേരുണ്ടേ കിച്ചൺ ടീമിക്ക്. ആരൊക്കെ പോവാം? 2 പേരാ കൈവക്കിയത്. ഞാൻ ആലോചിച്ചു ബാക്കി 18 പേര് തിന്നാൻ വന്നിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് ഞാൻ പറയുന്നൊന്നും പുറത്തു വന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സ്ക്രിപ്റ്റഡ് ആണോ? അവിടെ ഏത് കണ്ടന്റാണ് പുറത്ത് വരട്ടാന്ന് തീരുമാനിക്കേണ്ട ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കണ്ടന്റ് അത്ര പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവിടെ പുറത്ത് വരാത്തത്. വളയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് അടിക്കുന്നത് അത് തെറ്റ്. പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടുത്തെ ഗെയിമിന് വേണ്ടിയിട്ട് എനിക്കെതിരെ പല പണികളും പണിയുണ്ട്. മലയാളത്തിലെ നല്ല വാക്കുകളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇസയിൽ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ. അവർക്ക് അറിയില്ല. അവാർഡ് കിട്ടി. എന്താ പറയാനുള്ളത്? മലയാളികൾക്ക് അഭിമാനം. എന്താണ് ചോദ്യത്തിന്റെ പിന്നിലെ ഗൂഢോദ്ദേശം? ഞാൻ നെഗറ്റീവായിട്ട് വല്ലതും പറയണം. ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ. അങ്ങനെയല്ല, ഈ പ്രയോഗം പിൻവലിക്കുക, എന്നിട്ട് നമുക്ക് അതൊന്നേ തുടങ്ങാം. മമ്മൂട്ടിയോ മോഹൻലാലോ എന്ന് ചോദിച്ചാൽ ഞാൻ മമ്മൂട്ടി എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ? മമ്മൂട്ടി ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന നിലയിൽ മമ്മൂട്ടി എന്ന നടനിൽ നിന്നാണ് എനിക്ക് ഒരുപാട് കണ്ടുപഠിക്കാനുള്ളത്. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിലേക്ക് മമ്മൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. തിരിച്ച് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ കഥാപാത്രത്തിനെ മോഹൻലാലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം പുറത്തായപ്പോൾ ഏറ്റവും മോശക്കാരനാണ് ഞാൻ. അപ്പോൾ ഏറ്റവും മോശക്കാരനായ ആളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ടോ എന്തെങ്കിലും അധികപ്പറ്റായിട്ട്, അതായത് അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അല്ല ഞാൻ ഔട്ടായത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന ഒരു കുഞ്ഞു പ്രോഗ്രാം ഉണ്ട്, മുൻഷി. ആ മുൻഷിയിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പോയി എവിക്ഷൻ ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു കത്തിലൂടെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മുൻഷി രഞ്ജിത്തേട്ടൻ, നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തു മടുത്തു എന്നറിയാം. പക്ഷെ വീണ്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. നിങ്ങൾ എന്താ നേരത്തെ വിളിക്കാത്തെന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ചേട്ടൻ വൻ തിരക്കല്ലേ? എന്ത് തിരക്ക്? ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് മടുത്ത് ഓരോ സമയം റീൽസ് ഇടുന്നു, എന്തെല്ലാം ചെയ്ത് സമയം കളയുന്നു. ചേട്ടൻ എങ്ങനെ? ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ. അങ്ങനെയല്ല, ഈ പ്രയോഗം പിൻവലിക്കുക, എന്നിട്ട് നമുക്ക് അതൊന്നേ തുടങ്ങാം. അങ്ങനെയല്ല, ഭയങ്കര പക്വതയോടെ സംസാരിക്കുന്ന ഒരാൾ, എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ള ഒരു മനുഷ്യൻ. നോക്കുമ്പോൾ റീൽസിലിട്ട് ഫുൾ സർക്കാസം. അതെങ്ങനെ പറ്റുന്നത് കേട്ടോ? ഡ്യുവൽ നേച്ചർ ആണോ? അല്ല, എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ല, ഒരു 10-24 പേഴ്സണാലിറ്റി എങ്കിലും ഉണ്ട്. സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ബസ് കാത്തോരിടത്ത് നിൽക്കുകയാണെന്ന് വെച്ചു, കുറേ ബസ്സുകൾ നിർത്തത്തില്ല. നമ്മൾ കൈ കാണിച്ചാലൊക്കെ നിർത്തുക. കുറച്ചു കാലം മുമ്പുള്ള നിർത്തത്തില്ല എന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഇവനൊക്കെ എന്താ ബസ് നിർത്തിക്കൂടെ, ആളുകൾ യാത്ര ചെയ്യാനല്ലേ നിൽക്കുന്നത്. ഒരു ബസ് നിർത്തി, അതിനകത്ത് നമ്മൾ കയറി. ഈ കയറിയ ആള് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇനി അങ്ങ് നിർത്തണ്ട പോട്ടെ. അപ്പൊ 2 സ്വഭാവമായി. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ സ്വഭാവങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത്, നമ്മള് പക്വമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ പക്വമായിട്ട് സംസാരിക്കാം. തമാശ പറയുമ്പോൾ കാര്യങ്ങൾ വരും. ഞാൻ കുറച്ച് എന്നേക്കാൾ പ്രായം കൂടെ ആളുകളുമായിട്ടാണ് എപ്പോഴും സഹകരിക്കുന്നത്. അവരുടെ ഒരു ചിന്തകളും അവരുടെ ഒരു തോട്ട് പ്രോസസ്സും ഒക്കെ നമ്മൾ നോർമലി പറയും, ഈ പ്രായം കുറഞ്ഞ ആളുകളെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളും ആ ഒരു പ്രായക്കുറവിലേക്ക് വരുന്ന അതിന്റെ ഒരു ടെക്നിക്കാണോ അത്? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ അവരുടെ ചിന്തകളല്ലേ നമ്മളെ ഭരിക്കുന്നത്. എന്താണ്? നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളാണ് നമുക്ക് പ്രായം കൂട്ടുന്ന കുറയ്ക്കുന്നത്. നമ്മൾ ലോകകാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടും. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ ചിന്തിച്ച് നമ്മളൊരു എപ്പോഴും നമ്മൾ പ്രായത്തിൽ കുട്ടികളാകാന്ന് ചിലർ പറയാറുണ്ട്. കുട്ടികളാ, നീ എന്തിനാ ഇത്രയും സീരിയസ് ആകുന്നത്? കുറച്ച് കുട്ടിയാകും, എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് കുട്ടിയാകും ചിലരോട് പറയാറുണ്ട്. അപ്പൊ ഒരു കുട്ടിത്വം നമ്മൾ കളയരുത്. അപ്പൊ കുട്ടിത്വം പിടിക്കാനായിട്ട് നോക്കാം, നടക്കുന്നില്ല. പക്ഷെ മൂവൊന്നും സമ്മതിക്കുന്നില്ല.
പക്ഷെ ഇല്ല കേട്ടോ, ശരിക്കും കറക്റ്റ് മമ്മൂക്ക ഫാനാന്ന് അറിയാം. മമ്മൂക്കനെ പോലെ തന്നെ ഫുൾ ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് അല്ലേ, ആരോഗ്യമൊക്കെ പട്ടിണി നോക്കി. കൊണ്ടാണ് കാശ് ലാവശ്യമായിട്ട് കാശ് കൊണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയപ്പോ പട്ടിണി കിടന്നു? പട്ടിണിയൊന്നും കിടന്നില്ല, കാരണം കിച്ചൺ ടീം നമ്മളാണല്ലോ. ഞാൻ കണ്ടില്ലേ, നിങ്ങൾ കണ്ടു കാണത്തില്ല. ഞാൻ ഞാൻ പോയ അല്ല daily അതല്ല കാണുന്നുണ്ട്. അതല്ല എന്നെ കണ്ടു കാണത്തില്ലെന്ന് ഞാൻ പറയാം. ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും, കാരണം ഞാൻ പോയ ഭാഗത്തുള്ള ക്യാമറകളൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് പൊതുവെ എന്നെ അധികം കണ്ടില്ല. ഞാൻ ഈ ചപ്പാത്തിയൊക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് എനിക്ക് പിന്നെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് എന്നും എല്ലാവർക്കും ഈ 2 ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ കഴിക്കും, എന്നിട്ട് ഒരെണ്ണം ഞാൻ എടുത്ത് പോക്കറ്റിൽ ഇടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോൾ അത് പിടിച്ച് കഴിച്ചോണ്ടിരിക്കും. പക്ഷെ അതൊന്നും കാണുന്നില്ലല്ലോ. അതാ പറയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ നിന്ന സ്ഥലത്തെ ക്യാമറകളൊക്കെ 7 ക്യാമറകൾ. പക്ഷെ ഈ നെവിനൊക്കെ നമ്മൾ ഫുഡ് കട്ടെടുക്കുമ്പോഴേ, അല്ല അത് ഫുഡ് ഇങ്ങനെ എടുക്കുമ്പോ അത് എന്തുവാ നെവിൻ കട്ടെടുത്ത് അല്ലെങ്കിൽ കള്ളാന്നുള്ള പേരൊക്കെ വന്നു. അത് നെവിൻ പോയ സമയത്ത് സ്ഥലത്തുള്ള ക്യാമറ എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ പോയ സ്ഥലത്ത് ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണുമ്പോ ഞാൻ നിന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് ക്യാമറ വർക്ക് ആവുന്നില്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് എന്നെ എന്തിനാണ് വിളിച്ചേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് തോന്നി കേട്ടോ. എന്തിനാ ഞാൻ എന്നെ വിളിച്ചെന്നല്ലേ, എന്തിനാ ഞാൻ അവിടെ പോയതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ പറഞ്ഞല്ലേ, ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്യുന്നു. മസാല ദോശ അയാൾ ഇങ്ങനെ വലിയ കൊണ്ടുപോയി, അതിൻ്റെ കൂടെ ഒരു ഉഴുന്നുവടയും കാണും, വലിയ രാജകീയമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി. ഇവിടെ വരുമ്പോൾ വട വേണ്ട എന്ന് പറയുമ്പോൾ പുള്ളി അത് തൂക്കി എടുത്തോണ്ട് ആ കണ്ണാടി പൊട്ടിക്കകത്തോട്ട്. അപ്പോൾ അതുപോലെ വലിയ രാജകീയമായിട്ട് നമ്മൾ അവിടെ ബിഗ് ബോസിനകത്തോട്ട് കയറി വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞ പോലുള്ള അവസ്ഥയായിപ്പോയി. ഞാൻ പോയിട്ട് തിരിച്ചു. ചേട്ടൻ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് ലാലേട്ടന് കൈ കൊടുത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് രാജകീയമായുള്ള ഒരു എൻട്രി നടത്തുന്നത്. അപ്പൊ എൻട്രി നടത്തിയപ്പോ കുറച്ച് എന്താ പറയാ വാക്ചാതുര്യം ഒക്കെ അവിടെ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പുള്ളിന്റെ കുറെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാം, നമുക്ക് കുറെ പഠിക്കാന്നൊക്കെ വിചാരിച്ചു. ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ വേറെ ആരൊക്കെ റിവ്യൂ ഒക്കെ ചെയ്യുന്നവരൊക്കെ പറഞ്ഞു, മുൻഷി രഞ്ജിത്തിൽ നിന്നും കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കേൾക്കാൻ പറ്റുമായിരിക്കും, അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടത്. എല്ലാം ചീറ്റിപ്പോയില്ലേ, അവിടെ ചെന്നിട്ട് ഒന്നും പറഞ്ഞില്ല. പറയാൻ പറഞ്ഞത് തന്നെ ആരും കേട്ടതുമില്ല, കാര്യമായിട്ട് പറയാനും പറ്റിയില്ല. തിരിച്ചിങ്ങി വരേണ്ടി. പക്ഷെ അത്ര ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ പോലും, അത്ര ദിവസമേ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ചേട്ടൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം ഇൻട്രോ പറയുമ്പോൾ തന്നെ ആ ഒരു കത്ത്, അത് എത്ര ബിഗ് ബോസ് സീസൺ എടുത്താലും അതുപോലത്തെ ഒരു കത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പോലും പറഞ്ഞത് അത്രയും ഹൃദയവിശാലതയുള്ള ഒരാളില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഹൃദയവിശാലത ആവാൻ പറ്റുന്നത്? അപ്പൊ എന്റെ മനസ്സിൽ ചോദിച്ചു, ഇത്ര ഹൃദയവിശാലത ഉണ്ട്, പിന്നെ അതോട്ട് തിരിച്ചു എത്തിക്കൂടെ, പുറത്തോട്ട് പോകാൻ പറയുന്നത് എന്തിനാണ് എന്നെന്റെ മനസ്സിൽ തോന്നി. എനിക്ക് അത് ഈ പറഞ്ഞ പോലെ ശരിയാണ്. ഒരുപാട് പേര് അത് കണ്ടിട്ട് ഒരു നല്ല കമന്റ്, നല്ല മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു. അത്ര നല്ല മനുഷ്യനൊന്നും അല്ലെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എനിക്ക് വളരെ ടച്ച് ചെയ്ത് 5 വരെ നടി 5 വരെ എനിക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. അവർ സംസാരിക്കുമ്പോൾ വോയിസ് മെസ്സേജ് ഇടുമ്പോൾ അവര് ശബ്ദം ഇടറി ശരിക്കും കരയുന്നത് പോലെയാണ്. ഒരു ആക്ടർ ആകുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു മെസ്സേജ് ഇട്ടു. അതെനിക്ക് വളരെ ടച്ചിങ്. അല്ല ഇത് തന്നെ ആ ഒരു കത്തുണ്ടല്ലോ രഞ്ജിത് ഭായി, അതെനിക്ക് വല്ലാത്ത എന്തോ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അഞ്ജുവിനെ പരിചയമുണ്ട്, ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനൊക്കെ ആ ഒരു ചേട്ടൻ പറഞ്ഞ ആ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ശരിക്കും നമുക്ക് ഇതുപോലെയൊക്കെ മാറാൻ പറ്റിയിരുന്നെങ്കിലോ, ജീവിതത്തിൽ നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിലോ. അങ്ങനെ കുറെ പേരെ ചിന്തിപ്പിക്കാൻ കുറച്ച് സമയത്തേക്കെങ്കിലും ചേട്ടന് പറ്റി. അതൊരു വലിയ കാര്യമാണ്. അതെ, നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ. ഈ പിന്നെ ആരോടും പരാതി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പരാതി ഇല്ലാത്ത മനുഷ്യനായിട്ട് കാണരുത്. പരാതികളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ആ നിമിഷത്തിൽ എനിക്ക്, കാരണം കുഞ്ഞു പരാതികളേ ഉള്ളൂ. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് പറയാൻ ആർക്കാണ് പരാതി? വലിയ പരാതികളൊന്നും വലിയ അറ്റാക്കൊന്നും എന്റെ നേരെ വന്നിട്ടുമില്ല. അപ്പൊ ആ കുഞ്ഞു പരാതി അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് അതിനൊന്നും വലുതാക്കണ്ട എന്നാണ് എന്റെ പ്രധാനമായിട്ടും എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് അദ്ദേഹം വായിച്ചപ്പോൾ, മലയാളികൾക്ക് പ്രിയപ്പെട്ട ശബ്ദത്തിനുടമ, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, അത് വായിച്ചപ്പോൾ എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതികളൊന്നും തന്നെ ഇല്ല. ആ വായിക്കുമ്പോൾ അത് എത്ര പേരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറും. അത് ഞാനൊന്നും വായിച്ചാൽ അത്രയും വരില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളും അത് എത്ര എന്ത് മനോഹരമായ ഒരു പരാതിയാണിത്, എത്ര ഹൃദയവിശാലതയോടെയാണ് നിങ്ങളെ അദ്ദേഹം കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് അപ്പോഴാണ് കേട്ടത്. അപ്പൊ നമ്മൾ സ്റ്റാർ സിംഗറിൽ ഒരു പാട്ട് ഒരു കുട്ടി പാടി, നമ്മൾ ആസ്വദിച്ചു കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ജഡ്ജസ് വന്നില്ല, അതിന്റെ മനോഹരമായിരുന്നു, അതിന്റെ അതായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശരി ഇത്രയും നന്നായിരുന്നു എന്ന് നമുക്കും ഉള്ളിലോട്ട് കയറും. അപ്പൊ അതുപോലെ ചെറിയൊരു 2 വരി അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മസ്താനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് എവിക്റ്റായി. അപ്പോൾ ബിഗ് ബോസും ഏഷ്യാനെറ്റും ജിയോ ഹോട്ട്സ്റ്റാറും അടക്കം ട്രോൾ ചെയ്തു, ദേ പോയി ദാ വന്നു എന്നുള്ളത്. ശരിക്കും മസ്താനി 2 ആഴ്ച നിന്നു, ചേട്ടൻ നിന്നത് 1 ആഴ്ച മാത്രമാണ്. പക്ഷെ ചേട്ടൻ അങ്ങനത്തെ ഒരു ട്രോളും വന്നിട്ടില്ല, നെഗറ്റീവും ഒന്നുമില്ല. ചേട്ടൻ പോയി ഫുൾ പോസിറ്റീവായിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷേ
മസ്താനിനേക്കാളും കുറവ് നിന്നത് ചേട്ടനാണ് ഒരാഴ്ച. പക്ഷെ എന്തുകൊണ്ട് ചേട്ടന് ട്രോള് വന്നില്ല, മസ്താനിക്ക് ട്രോള് വന്നു? ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് സ്പഷ്ടമല്ലേ, അതിനകത്ത് കാര്യം കൃത്യമായിട്ടുണ്ടല്ലോ. മസ്താനി അവിടെ നിന്ന് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തു. ഞാൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ എന്നെ പുറത്താരും കണ്ടില്ല. കാരണം ഞാൻ നെഗറ്റീവായിട്ട് ആരെങ്കിലും ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ പുറത്ത് കാണിച്ചേനെ. അങ്ങനെ ഒരു നേച്ചർ ബേസിക്കലി ഇല്ല. അവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെ പരിഹരിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പരിഹരിക്കണ്ടായിരുന്നു പ്രശ്നങ്ങൾക്ക്. ചേട്ടൻ കുറച്ചുകൂടി ബഹളം വെക്കണായിരുന്നു പെട്രോൾ തോന്നുന്നു. ഒഴിച്ചു കൊടുക്കുന്നവരെയാണ് അവിടെ ആവശ്യം. എന്തായാലും തീ പിടിക്കുമ്പോൾ കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുന്നവരെ അവിടെ ആവശ്യമില്ലായിരുന്നു. അവിടെ ആദ്യത്തെ ദിവസങ്ങളിൽ അങ്ങനെ വേണം. കാരണം ഫസ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിലോ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായി വരില്ല. അത് ടൈം എടുക്കും. ഇപ്പോഴൊക്കെ എപ്പോഴും സംഭവങ്ങൾ, കാരണം ഇപ്പോഴൊക്കെ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്രയും 50 ദിവസം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാവാം, പൊട്ടിത്തെറിക്കാം. ആ ദിവസങ്ങളൊന്നുമില്ല. ആ സമയത്ത് പൊട്ടിത്തെറികൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് അറിയാവുന്നവർ അവിടെ ഉണ്ടായിരുന്നു. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ കുറച്ച് തമാശകളൊക്കെ ഉണ്ടാക്കി ആ ഒരു ഏരിയയിൽ കൂടെ നമ്മളും പോയിക്കൊണ്ടിരുന്നു. കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള പ്രധാനം വരും. ഈ കിച്ചൺ ടീം ഞാൻ എങ്ങനെ വന്നതെന്നറിയാം. അപ്പോൾ ഇവർ ക്യാപ്റ്റനായി കഴിഞ്ഞ് കിച്ചൺ ടീമിലേക്ക് ആളിനെ തിരഞ്ഞെടുക്കണം. 20 പേരുണ്ടേ. കിച്ചൺ ടീമിലേക്ക് ആരൊക്കെ പോവാം? 2 പേരാ കൈവക്കിയത്. ഞാൻ ആലോചിച്ചു ബാക്കി 18 പേര് തിന്നാൻ വന്നിരിക്കുകയാണ്. ഈ ശരിയാക്കണ്ടേ? ഇതെല്ലാരും ആരെങ്കിലും ഉണ്ടാക്കിയാലേ കഴിക്കാൻ പറ്റും. ഫുഡ് കുക്ക് ചെയ്യാൻ അറിയോ? സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിക്കുന്ന പുരുഷന്മാർ അത്യാവശ്യം പാചകമൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങളും കൂടെ കേൾക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടുപോകും. കാരണം സ്ത്രീകൾ പൊതുവെ വീട്ടു ജോലി മാത്രം ചെയ്യുന്നവരല്ലല്ലോ, അവർക്ക് അവരുടേതായ ജോലികളുണ്ട്. അപ്പൊ നമുക്ക് സമയത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളും കുറച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് നോക്കി കാര്യങ്ങളൊക്കെ. അവിടെ യൂട്യൂബ് ഇല്ല. ഇവിടുത്തെ ആ എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ ചെന്നു. പക്ഷെ പിന്നെ അവിടെ ഒനിയിൽ അറിയാവുന്ന ഒരാളുണ്ട്. നമ്മൾ അയാളുടെ കൂട്ടത്തിൽ എന്താണ് നമ്മളിന്ന് പ്ലാൻ ചെയ്ത് എത്ര പേർക്ക് ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങ് അയാൾ ചെയ്തോളൂ, അതിനനുസരിച്ചുള്ള സപ്പോർട്ട് വിടുന്നതാണ്. അപ്പം ഞാൻ 2 പേരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ നിൽക്കാം. 3ആയി. അത് കഴിഞ്ഞപ്പോൾ അതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു. കിച്ചൺ ടീമിലേക്ക് ഡിസിഷനൊന്നും അല്ല, പക്ഷെ അത് തെറ്റായി മാറി. പിന്നെ ആളുകളെല്ലാം പറഞ്ഞു കിച്ചണിലായി പോയതുകൊണ്ടാണ് കിച്ചണിലായി പോകുന്നത്. ഒന്നുമല്ല, കിച്ചണിൽ തന്നെ ഞങ്ങൾ തമാശ ഉണ്ടാക്കിയിട്ടുണ്ട്. കിച്ചണിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. കിച്ചണിൽ ക്യാമറ ഉണ്ട്, അതെന്താ അറിയില്ല. അവർക്ക് കിച്ചണിലെ ക്യാമറ അല്ലായിരുന്നു വേണ്ടത്. അതല്ലേ, എല്ലായിടത്തും ക്യാമറ ഉണ്ട്, എവിടെ തിരിഞ്ഞാലും ക്യാമറ ഉണ്ട്. പക്ഷേ അവിടെ ഏതാണ് പുറത്ത് വരേണ്ടത്, ഏതാണ് കാണേണ്ടത്, ആരുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുള്ളതുകൊണ്ട് അവരതാണ് എപ്പോഴും നോക്കുക. ഇപ്പൊ എനിക്ക് ബിഗ് ബോസിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ എല്ലാം കുറച്ച് കഴിഞ്ഞ് നമുക്ക് നമുക്ക് പോയി നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത്രയും വലിയൊരു ഷോന്റെ പാർട്ടാവണമെന്ന് കുറച്ച് ദിവസം ഒന്ന് പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ടാണ്, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് ഞാൻ പറയുന്നൊന്നും പുറത്തു വന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ ബിഗ് ബോസ് എഡിറ്റഡ് ആണോ? എഡിറ്റഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, സ്വാഭാവികം. അപ്പോൾ സിമ്പിൾ അല്ലേ? അല്ല, ഞാനിത് വന്നത് പുറത്ത് വന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ അത് അവർക്കെതിരെ പരാതി പറയുന്ന പോലെ ആയിരിക്കും. അവിടെ ഏത് കണ്ടന്റാണ് പുറത്ത് വരേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കണ്ടന്റ് അത്ര പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവിടെ പുറത്ത് വരാത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ ഷോയെ മനസ്സിലാക്കിയത് തെറ്റായിട്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ അതിനകത്ത് വരാം. പിന്നെ പോകുന്നതിന് അവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവർ കേട്ടില്ല. എനിക്ക് കപ്പടിക്കാനാണെന്നും അത്രയ്ക്ക് വാശിയോടെ ഞാൻ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ അവരകത്തേക്ക് വിടുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകന് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിനകത്ത് പ്രത്യേകിച്ച് അവനൊന്നും കിട്ടത്തില്ല. ഒരു സമയം കളയാന്നുള്ളതിനപ്പുറം വലിയ ഒരു എന്തെങ്കിലും ഒരു നല്ല മെസ്സേജോ അല്ലെങ്കിൽ അതിന്റെ ഒരു നല്ലൊരു വിനോദമോ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൽ പോകുന്നവർക്ക്, അവിടെ ഒന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് കാലെടുത്ത് വയ്ക്കുന്നവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ്. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തെന്നല്ലായിരിക്കും പോകുന്നവർക്ക് അതൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ആയുസിൽ ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസ് അതായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള ഒരു എൻട്രി. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ കുറച്ച് ബുദ്ധിയും കൂടെ പ്രയോഗിച്ച് നിന്നാൽ കുറച്ച് കൂടുതലാണ് പോവാം. അതിനകത്ത് കുറച്ച് ബുദ്ധി പ്രയോഗിക്കാൻ മറന്നുപോയോ? ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. എനിക്ക് ഒരു പക്ഷേ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് എനിക്ക് അല്പം ആത്മവിശ്വാസം കൂടുതലുണ്ടായിരുന്നു എന്ന് സംശയം. കാരണം പെട്ടെന്ന് എന്നെ പുറത്താക്കില്ല. കാരണം അതിനുള്ള കണ്ടന്റ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യത്തെ ആഴ്ച എന്നെ പുറത്താകുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ എങ്കിൽ പോലും സമയം ഉണ്ടെന്ന് കഴിച്ച് കാത്തിരുന്നല്ല. എങ്കിൽ പോലും എൻ്റെ ഒരു ഏരിയയിൽ ഞാൻ മാറി നിന്നില്ല. എൻ്റെ ഒരു ഏരിയയിൽ ഞാൻ കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു നിന്നു. ആദ്യത്തെ ഒരാഴ്ച തന്നെ ഞാനൊരു നല്ലൊരു പെർഫോമൻസ്, ഒരു 6 മിനിറ്റ് ഉള്ള ഒരു സോളോ പെർഫോമൻസ് പോലും ഞാൻ അവിടെ ചെയ്തു. നിങ്ങൾ കണ്ടില്ല? എന്തായാലും ഞാൻ ബിഗ് ബോസ് എങ്കിലും അത് കണ്ടു കാണും, അവരുടെ കാണും ചിലപ്പോൾ. അതിന് വേറെ പെർഫോമൻസ് എന്തായിരുന്നു? അത്
ഞാൻ സോളോ ഡ്രാമ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പും ടെലിവിഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സൗമ്യ വധക്കേസില്ല. നമ്മുടെ ഗോവിന്ദചാമി ട്രെയിനിൽ വെച്ച് ഒരു പാവംകുട്ടിയെ കൊന്ന ഒരു സംഭവം ഉണ്ടല്ലോ, റേപ്പ് ചെയ്ത്. അപ്പോൾ ആ സംഭവം സൗമ്യയുടെ ഒരു ചേട്ടൻ വിഷമിച്ചിരിക്കുന്നു. ആ ഒരു സിറ്റുവേഷനെ വെച്ചിട്ട് അപ്പോൾ അയാൾ കുറച്ച് ഒരു നാടകത്തിൻ്റെതായ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഇയാളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ബോഡി കൊണ്ടുവരികയാണ്. ഇയാളന്നേരം ഓർക്കുക, വെള്ള തുണി പുതച്ച് ഇപ്പം അവളെ കൊണ്ടുവരും, എല്ലാം വെട്ടിമുറിച്ച് കീറിയിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യമാണ്. ഞാൻ എത്ര നിറമുള്ള ഉടുപ്പുകൾ വാങ്ങിച്ചുവിട്ടതുണ്ട്. എനിക്ക് ജോലി വല്ലതും ഉണ്ടായിട്ടാണ്. എൻ്റെ കുഞ്ഞ് അനിയത്തിയല്ലേ അവൾ, ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എത്ര നിറമുള്ള ഡ്രസ്സുകൾ. അവൾ ആദ്യം ട്രെയിനകത്ത് കയറുന്നത് എൻ്റെ ഈ കൈ പിടിച്ച നമുക്ക് അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എറണാകുളത്ത് ഒരു ജോലി കിട്ടി, ട്രെയിനിലാണ് വരുന്നതും പോവുകയും വരികയും ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു വിടണോ. പിന്നെ അവളല്ലേ, അവളുടെ ആഗ്രഹമല്ലേ, അവൾക്ക് എന്തെങ്കിലും തുണിയോ മണിയോ വാങ്ങിക്കണമെങ്കിൽ ഒരു ജോലി ഇട്ടിട്ടില്ലേ. അങ്ങനെ അയാൾ പറഞ്ഞ് ആ വിഷമം പറഞ്ഞിട്ട് ആ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് അയാൾ ഇതാകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന സാധനം ഒരു ഡയലോഗാണ്, അതിനകത്തൊരു മെസ്സേജായിട്ട് പറയുന്നത്. ഈ നാട്ടിലെ എല്ലാ പെൺകുഞ്ഞുങ്ങളോടും ഞാൻ പറയുകയാണ്, ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്തോ തിരക്കുള്ളൊരു ബസ്സിലോ ട്രെയിനിലോ നിങ്ങളുടെ വളർച്ചയെത്താത്ത ശരീരത്തിനെതിരെ ഒരു വൃത്തികെട്ട കൈ നീണ്ടു വന്നേക്കാം, കരുതിയിരിക്കുക. സൂര്യൻ കത്തിജ്വലിച്ച് ഉച്ചയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും കത്തിച്ചു പിടിച്ച ഒരു ചൂട്ട് നിങ്ങളുടെ കരുതണം, കാരണം നിങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ഞാൻ സംഭവം ചെയ്തു. അതിന് നാടകത്തിൻ്റെതായ മൂവ് ചെയ്തിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളാണ്. കരയിപ്പിച്ച് കളഞ്ഞല്ലോ ചേട്ടാ. കരഞ്ഞോ അതിനിടയ്ക്ക് കുറച്ച്? അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പോലും കരയെങ്കിൽ ഞാൻ ഒരു ആക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ സക്സസ് ആണ്. അല്ല അത് ശരിക്കും എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു ആക്ട് അവർ പുറത്തു വിട്ടില്ല? അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ എനിക്കറിയില്ല. അത് ആ സമയത്ത് വേറെ അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു റീൽസ് ആയെങ്കിലും കട്ട് ചെയ്തിടാനുള്ള ഒരു മാന്യത അവർ കാണിക്കണം. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഷോ എങ്ങനെ കൊണ്ടുപോകണം, ഷോ എതിലേക്കൂടെയൊക്കെ ഒഴുകി, ഷോ ഒരു നദിയാണെങ്കിൽ അത് എതിലേക്കൂടെയൊക്കെ ഒഴുകി എവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് നല്ല കുത്തി ഒഴുകി ഒക്കെ എങ്ങനെ പോയി നദിയിൽ ചെന്ന് ചേരണം, അതായത് 100ാമത്തെ ദിവസം എത്തിച്ചേരണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ അറിയാവുന്ന അതിന് ബുദ്ധിയുള്ള ഒരു നല്ല ടീം അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷോ ഓരോ വർഷം കഴിയുന്തോറും പോപ്പുലറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പല ഭാഷകളിൽ പല സീസണുകളായിട്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല, അത് അവരുടെ ഡിസിഷനാണ്. എന്റെ ഷോ, രഞ്ജിത്തിന്റെ ഷോ ഒരു പെർഫോമൻസ് കാണിച്ച് രഞ്ജിത്തിനെ ഒന്ന് നന്നാക്കി എടുക്കാം, അതൊന്നും അല്ല. രഞ്ജിത്തൊന്നോ അല്ല വേറെ ഒരാളൊന്നും അല്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച് അവരുടെ ഷോ ആണ്, അത് ചർച്ച ചെയ്യപ്പെടുക. പക്ഷെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 100 ദിവസത്തെ ഡ്രസ്സ് എടുത്തിട്ടല്ലേ പോയത്? എത്ര പെട്ടി ഉണ്ടായിരുന്നു? അത് കുറെ 50 കിലോയ്ക്ക് മേളിൽ ഞാൻ കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്ലീവ്ലെസ് ടീഷർട്ടും ഷോർട്സും ഒക്കെയാണ് കൂടുതലുള്ളത്, അപ്പോൾ വലിയ വെയിറ്റ് ഇല്ല. അതേസമയം ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ്, അതിന്റെ ഓർണമെന്റ്സ്, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒറ്റൊരെണ്ണം കൊടുത്തിട്ടില്ല. വീക്കെൻഡിൽ ആദ്യത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാറ്റർഡേ സൺഡേ ഇടാനായിട്ട് 2 കോസ്റ്റ്യൂംസ് തന്നു. ഈ ഡ്രസ്സ് പുതുതായിട്ട് വാങ്ങിയോ? പിന്നീട് ഈ ഷോക്ക് വേണ്ടിട്ട് മാത്രം വാങ്ങിയിരുന്നോ? പിന്നെ ആവശ്യം പോലെ വാങ്ങണ്ടേ? നമ്മൾ വീട്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്ന എടുത്തിട്ട് പോകാൻ പറ്റുമോ? നമ്മൾ ഉപയോഗിക്കുന്നതിൽ കൊള്ളാവുന്നത് ഏറ്റവും നല്ല, അതായത് ഒരു പ്രാവശ്യം മറ്റോ 1-2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം വാങ്ങിക്കില്ലായിരുന്നു. ഇനി അത് പുറത്തിടാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. അവിടെ മാത്രം ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ വാങ്ങിച്ചു, കുർത്തയൊക്കെ പോലെ. അത് എടുത്തോണ്ടിട്ടുണ്ട് വെളിയിലോട്ട് എനിക്ക് നടക്കാൻ പറ്റുമോ? മറ്റേ സിനിമയിലെ പിഷാരയുടെ സിനിമയിൽ അയാൾ ഇട്ടതുപോലെ ഞാനിപ്പോ അത് ഷെർവാണിയൊക്കെ ഇട്ടോണ്ട് എവിടെ ഇട്ട് പോകാൻ പറ്റും? എനിക്കതിനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ഇനി അവിടെ തന്നെ കൊണ്ട് ഫൈനലിൽ വല്ലതും പോകുമ്പോ മാറി ഇടാം. ഈ മസ്താനിന്റെ കാര്യം നേരത്തെ ചോദിച്ചല്ലോ. അപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ക്യാമറാസ് ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലത്തായിരിക്കും ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു സമയം തന്നെ ഒരുപാട് കണ്ടന്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മസ്താനി ചെയ്ത നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മസ്താനി അവിടെ കൊടുത്തിട്ടുണ്ടാവാം. ഉണ്ടാവും. കാരണം മസ്താനി മാത്രമല്ല, അവിടെ 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു 4-5 മണിക്കൂർ ഒരാൾ ഉറങ്ങിയെന്ന് വെച്ചു, ബാക്കി 19 മണിക്കൂറും അയാൾ ലൈവാണ്. ആ 19 മണിക്കൂറിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ കാണുന്നതല്ല, നമ്മളവിടെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, നല്ല പിന്നെ തമാശകൾ പറയാറുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും പുറത്ത് ആളുകൾ കാണാൻ ഇഷ്ടവും ചർച്ച ചെയ്യപ്പെടുന്നതും ഈ സംഘർഷങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും. ആരെങ്കിലും ഒരു തെറി വിളിച്ചത്, അവൻ ആ 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് മാത്രമേ ഒരു തെറി വിളിച്ചിട്ടുണ്ടാവും. ബാക്കി എല്ലാ സമയം അവിടെ നല്ല കാര്യങ്ങളും നല്ല സ്നേഹപ്രകടനങ്ങളും ലോകത്തിന്റെ നന്മയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നല്ല തമാശ പറഞ്ഞിട്ടുണ്ടാവുക. അത് വരില്ല. അതെ.
ഈ റനയായിട്ടാണ് ചേട്ടൻ ഒരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായത്. റന ഇപ്പൊ ഔട്ടായി. അയ്യോ സന്തോഷമുണ്ടോ? എനിക്ക് ആരൗട്ടായാലും ആര് കിരീടം വാങ്ങിച്ചാലും എനിക്കൊന്നും ഞാൻ നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ റന നിങ്ങൾ തമ്മിലൊരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ചേട്ടൻ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി, റന ആണെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ. അപ്പോൾ റന പറയുന്നൊരു കാര്യം, ഇത് നമ്മൾ മത്സരാർത്ഥികളാണ്, അല്ലാതെ സ്കൂളിൽ അവൾ കുട്ടിയും ചേട്ടൻ മാഷും അല്ല, ബഹുമാനിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടസ്റ്റൻസ് ആകുമ്പോൾ ഈ പ്രായത്തിൻ്റെ പ്രശ്നം അവിടെ പറയുന്നില്ല. പക്ഷെ ചേട്ടൻ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ കുട്ടി എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള, അല്ല എൻ്റെ ഒരു മകളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയായതുകൊണ്ടാണ് ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് അധികം സംസാരിക്കാതെ മാറിപ്പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ റന നോക്കിയതാണെങ്കിൽ കണ്ടസ്റ്റൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും, അതിൽ പ്രായത്തിൻ്റെ പ്രശ്നമില്ല. ഞാനാണ് ആദ്യം പ്രായത്തിന്റെ വിഷയം വരരുത് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ പൊതുവെ നിങ്ങളിലേക്കുള്ള പ്രായ കൂടുതലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നെ ആരും ചേട്ടാന്ന് വിളിക്കണ്ട, എന്നെ രഞ്ജിത്ത് എന്ന് വിളിക്കാം, പേര് വിളിക്കാൻ ഇനി മടിയുണ്ടെങ്കിൽ മുൻഷി എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമേ രഞ്ജിത്ത് അവിടെ ഇരുന്ന കൂട്ടത്തിൽ ആദ്യം രഞ്ജിത്ത് എന്ന് വിളിച്ചത് ഇദ്ദേഹമാണ്, അവിടുത്തെ മൂത്തുമ്മായിട്ടുള്ളവര്. ചേട്ടൻ മൂത്തുമ്മാന്നുള്ള പേര് കൊടുത്തു. മൂത്തുമ്മ എന്നുള്ള പേര് അല്ല, പേര് മറ്റേ ഓമന പേര് കൊടുക്കാൻ നേരത്തെ ഞാൻ വേറെ ഡെല്ലു എന്നുള്ള പേരാ കൊടുത്തത്. വേണമെങ്കിൽ അത് മൂത്തുമ്മ എന്ന് കൊടുക്കാമായിരുന്നു. അത് മറ്റേതായിരുന്നു എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ചീവീടെന്ന് വിളിച്ചത് ഞാൻ തന്നെയാണ്, കിയോ കിയോ എന്നുള്ള സൗണ്ട്. അതിപ്പോ ജിഷിനെ വിളിക്കുന്നുണ്ട്. അത് ജിഷിനൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പ്രായ വ്യത്യാസമൊന്നും ഇല്ല, എല്ലാവരും ഒരുപോലാണെന്ന് പറഞ്ഞ്. പക്ഷെ നമ്മൾ ആദ്യം ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ അകത്ത് കയറിയപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഒരു താറാവ് ഇടുന്ന പോലത്തെ ഒരു ഡ്രസ്സ്, ആ ഡ്രസ്സ് കണ്ടു. അവർ എൻട്രി ചെയ്ത ഒരു കോസ്റ്റ്യൂം കണ്ടിരുന്നു, ഒരു താറാവായിട്ട് തോന്നും ആ വേഷം കണ്ടിരുന്നു. നമ്മൾ ഈ സ്കിറ്റിലൊക്കെ താറാവിനെ കാണിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ, അല്ലെങ്കിൽ മൈം ഷോയിലൊക്കെ. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അത് സംസാരിച്ചത്. അത് അവരതിന് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു, ആ ഒരു കണ്ടന്റ് ആക്കാൻ ശ്രമിച്ചു. ആ കണ്ടന്റിന് അധികം ഞാൻ നിന്ന് കൊടുത്തില്ല, കാരണം എനിക്ക് പറ്റിയ ഒരു എതിരാളി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് അവരല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു എനിക്കെതിരെ ഒരു അറ്റാക്ക് നടത്തിയതെങ്കിൽ അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുക. അതപ്പോ പ്രായത്തിന്റെ പ്രശ്നമായിരുന്നില്ല, ആ എതിരാളി നമുക്ക് എനിക്ക് പറ്റിയ ഏരിയ അല്ല എന്ന് ഞാൻ മനസ്സിൽ കണക്കൂട്ടി. കാരണം പ്രായത്തിന് പ്രശ്നമാണെങ്കിൽ അല്ല, പ്രായം പ്രശ്നമൊന്നുമല്ല, ഞാൻ വലിയ കണ്ടസ്റ്റന്റ് ആണ് എന്ന് അവർ പറയുകയും പിന്നെ അവിടെ നിന്നോണ്ട് മോങ്ങുകയും ചെയ്തു. ഞാൻ ഭക്ഷണം തന്നു മോങ്ങി ഇരിക്കല്ലായിരുന്നു എത്ര സമയം. ഭക്ഷണം ചോദിച്ചപ്പോൾ തന്നില്ല, അങ്ങനെയാണ് ഞാൻ ഒരു ഭയങ്കര ഫേവറിറ്റിസമാണ് കാണിക്കുന്നത്, പാർഷ്യാലിറ്റിയാണ് അങ്ങനെ ഇരുന്ന് കരയും. മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയോ? ഇവരൊക്കെ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ അവിടെ. എല്ലാവരും ആരും മനഃപൂർവ്വം അല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല അവിടെ. എല്ലാവരും മനഃപൂർവ്വം, അനു എല്ലാവരും ഉണ്ടാക്കുന്ന മനഃപൂർവ്വം എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും. അനുവിന്റെ പാവക്കുട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പോയതിനു ശേഷമാണ് അവള് പാവയൊക്കെ എടുക്കാൻ ബുദ്ധി ഉണ്ടായില്ല. ഞാനുള്ളപ്പോ അവിടെ പാവയൊന്നുമില്ല. അതിന് ശേഷമാണ് പ്ലാച്ചി മടയൊക്കെ ഉണ്ടായത്. ഞാൻ പിന്നെ പൊതുവെ ഞാൻ തിരിച്ചിറങ്ങിയിട്ട് എപ്പിസോഡ് കാണുമ്പോൾ ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു അങ്ങനെ തോന്നുമായിരുന്നു. അത് തോന്നിയാൽ നിനക്ക് പോയിട്ട് പിന്നെ ഇയാളങ്ങ് പുളുത്തി പിന്നെ ഇപ്പോഴിരുന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിട്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഈ ഒരു സമയത്ത് ആ ഹൗസിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൊരിക്കുന്ന ആരെയായിരിക്കും? ഇപ്പൊ ഞാൻ ആദ്യം ശാരിക ഉള്ള സമയത്ത് തിരിച്ച് കെട്ടിയായിരുന്നു. ശാരിക എന്താണ് അവിടെ ചെയ്തതെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ലക്ഷ്മിയൊക്കെ നമുക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരൊരു നിലപാടെടുത്താൽ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അത് പിന്നെ ഏതാണ് അവർ ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യം, അവർ സപ്പോർട്ട് ചെയ്യുന്നത്, അവർ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തു, അതിനകത്തുനിന്ന് മാറിയില്ല. വന്ന് പോയിട്ട് പോലും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിയല്ലോ എന്ന് പറഞ്ഞു, കെട്ടിക്കോളൂ, അതിന് എനിക്ക് എന്താ, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന ഒരു മുഖഭാവമാണ് ആ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് നല്ലതാണ്. പക്ഷേ ഇവളെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് അടിക്കുന്നത് അത് തെറ്റാണ്. കാരണം ഇന്നത്തെ കാലത്ത് മാറാരോഗമുള്ളവരെ പോലും ചിലപ്പോൾ മനുഷ്യർ വീട്ടിൽ കയറി എന്തെങ്കിലും ആഹാരം കൊടുക്കുകയെല്ലാം ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവരെ അങ്ങനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാം. ഇത് നോർമലൈസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, വേണ്ട, നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ അവര് പൂമ്പാറ്റ എന്ന് പേരിടുമ്പോൾ ഞാൻ കണ്ടത് അവരുടെ ഒരു ലവ് ബോണ്ട്, അവരുടെ ഒരു ക്യൂട്ട്നെസ്. അവർ പിന്നെ തെറ്റായ സന്ദേശമൊന്നും സമൂഹത്തിന് നൽകുന്നില്ല. അവർ ജീവിക്കുന്ന പോലെ എല്ലാവരും ജീവിക്കാൻ അത് പറ്റില്ല. അതൊരു ഹോർമോണിന്റെ പ്രശ്നമാണ്, അത് ജീനിന്റെ കുഴപ്പമാണ്. അല്ലാതെ ഞാനിപ്പോൾ നിർബന്ധമായിട്ട് ഞാനൊരു ആണിനോടൊപ്പം ജീവിക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിക്കാനൊന്നും പറ്റില്ല. അത് അവർക്ക് ഉണ്ടാകുന്ന ഒരു ജനറ്റിക്കൽ ഉണ്ടാകുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അവർ തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു, നല്ല അങ്ങനെ സ്നേഹിക്കാൻ അവർ ആണിനും പെണ്ണും
പോലും അങ്ങനെ സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് സംശയമുണ്ട്. അതെ. അതുകൊണ്ടാണ് ഞാൻ അവരെ പൂമ്പാറ്റ എന്ന് പേരിട്ട് കൊടുത്തത്. ആ പൂമ്പാറ്റ എന്ന പേര് തന്നെയാണ് ഇപ്പോഴും അവർ അറിയപ്പെടുന്നത്. ഞാൻ പോയിട്ടു. ചേട്ടൻ ഇപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പുറത്തിറങ്ങി കളിയൊക്കെ കാണുകയാണല്ലോ, ചേട്ടൻ ഇപ്പൊ അവിടെ ആയിരുന്നെങ്കിൽ ചേട്ടനെ ചതിക്കുമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്ന കണ്ടസ്റ്റന്റ് ആരാണ്? അതങ്ങനെ പറയുമ്പോൾ അത് ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വരും. ചതിക്കുകയല്ല, അവിടുത്തെ ഗെയിമിന് വേണ്ടിയിട്ട് എനിക്കെതിരെ പല പണികളും പണിയിട്ടുണ്ട്. അത് അക്ബർ ചെയ്തിട്ടുണ്ട്, ശരത്ത് ചെയ്തിട്ടുണ്ട്, അനുമോൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നവരുമാണ്. എന്റെ പ്രധാന പ്രശ്നം അവിടെ കയറിയപ്പോൾ ഉള്ളത് ഒരു 6 പേരെങ്കിലും എനിക്ക് നേരത്തെ അറിയാവുന്നവരാണ്. ഷാനവാസ്, സരിക, ഇവരെല്ലാം. അറിയാത്തവര് കുറച്ച് പേരുണ്ട്. അനീഷിനൊന്നും എനിക്ക് അറിയത്തില്ല. ഈ അനീഷൊന്നും എന്റെ നേരെ അറ്റാക്ക് വന്നിട്ടുമില്ല. ഒരു പ്രാവശ്യം മാത്രം ഞാനൊന്ന് ഉറങ്ങിയ ഒരു ദിവസം, ഉറങ്ങിപ്പോയ നായക വരയ്ക്കുമല്ലോ, പുള്ളിയായിരുന്നു ക്യാപ്റ്റൻ. ആ പുള്ളിയായിരുന്നു. ഉറങ്ങാനാണ് ഇവിടെ വന്നത് ചോദിച്ചിട്ട് എന്റെ അടുത്ത് വന്നത്. ഞാൻ അത് 3-4 വട്ടം ചോദിക്കല്ലേ ഒരേ ഡയലോഗ്? 3-4 ഒന്നുമല്ല, അത് അവൻ 25 പ്രാവശ്യം വൈകുന്നേരം വരെ വേണേലും അത് തന്നെ ചോദിക്കാം. അത് പക്ഷേ ഇവര് കട്ട് ചെയ്തല്ലേ? അല്ല, അവര് ചോദിച്ചു. അത് ലൈവിലുണ്ടായിരുന്നു, എപ്പിസോഡിലുണ്ടായിരുന്നു അറിയില്ല, അത് റീലായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേനും ഞാൻ പറയാം, നീ അല്ലാതെ ചോദിക്കേണ്ടവർ ചോദിച്ചോളൂ കേട്ടോ, മൈൻഡ് യുവർ വേർഡ്സ് എന്ന് കണ്ട് പറയുന്ന ഒരു സാധനം, ഒരു ചെറിയ. അപ്പോൾ അത് അത്രേ കണ്ടോളൂ. ബാക്കി എൻ്റെ നേരെ വലിയ അറ്റാക്ക് ഒന്നും വന്നായിട്ട് വേറെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചതിക്കാന്ന് പറഞ്ഞാൽ ബോധപൂർവ്വമല്ല, ഗെയിമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തേക്കും. പിന്നെ ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ. കാരണം ഞാൻ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ആരും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് എല്ലാവരുടെയും പേര് പോലും പരിചയമില്ല. ചിലർക്ക് പേരറിയണമെങ്കിൽ മറ്റേ ക്രോസ് ബെൽറ്റിൽ നോക്കണം, നൈക്കിന്റെ ബെൽറ്റിൽ നോക്കിയിട്ടാണ് പേര് വിളിക്കുന്നത് തന്നെ. 7 ദിവസം നിന്നതിൽ വെച്ചിട്ട് കുറച്ചെങ്കിലും നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ ആത്മാർത്ഥമായി സംസാരിച്ചെന്ന് തോന്നിയത് ആരാണ്? ഞാൻ അങ്ങോട്ടാണ് കൂടുതലും സംസാരിച്ചത്. എൻ്റെ അടുത്ത് ആരും വന്ന് എന്നെ പിടിച്ചിരുത്തി സംസാരിച്ചിട്ടില്ല. ഞാൻ അതിലെ എടുത്ത് നൂറെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. സരിയൊക്കെ പിന്നെ നേരത്തെ അറിയാം. ശാരിക എടുത്ത് ചില സോഷ്യൽ സബ്ജക്റ്റുകൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കാൻ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം എന്താ കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കാനല്ല, ഞാൻ അവിടെ എല്ലാത്തിലും ഞാൻ എപ്പോഴും നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും എപ്പിസോഡ് കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നടക്കും. ഞാൻ എല്ലായിടത്തും നടക്കുന്നത്. കിച്ചണിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നടക്കുകയുള്ളൂ, ഇരിക്കുന്നില്ല. ഞാൻ പിന്നെ ലൈറ്റ് ഓഫ് ആയാൽ പോയി കിടക്കും. അന്നേരം ഇനി അവിടെ എന്ത് സംഭവം നടന്നാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലരോടും ഞാൻ സംസാരിച്ചു. അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു രാജകീയമായിട്ടുള്ള എൻട്രി ആയിരുന്നു, പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു എന്ന്. ശരിക്കും ചേട്ടനേക്കാളും മുന്നേ പുറത്തു പോകേണ്ട ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് വൈകിയാണ് അവർ പുറത്തിറങ്ങിയത്, എവിക്റ്റ് ആകപ്പെട്ടത്. നേരത്തെ പറഞ്ഞ ആളുകൾ ചേട്ടൻ പോയ സമയത്ത് പോയിരുന്നെങ്കിൽ അതത്ര ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. അപ്പൊ ഈ ഷോ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു നല്ലൊരു മത്സരാർത്ഥിയായ താങ്കളെ അവർ നേരത്തെ എവിക്റ്റ് ചെയ്ത് വിട്ടത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചൂടെ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ പുറത്താകപ്പെടേണ്ട ആളല്ല എന്ന് ബാക്കിയുള്ളവരാരെങ്കിലും പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമാണ്. പിന്നെ പേഴ്സണലി എനിക്കും, ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം പുറത്താകേണ്ട ആളല്ല. അതായത് അവിടുത്തെ ഏറ്റവും മോശക്കാരനാണ്. ഇത് സൈക്കിൾ സ്ലോ റേസ് ആണ്. നമ്മൾ ഏറ്റവും അവസാനം എത്തുന്ന ആളാണ് ജയിക്കുന്നത്. ആദ്യം ഔട്ട് ആകുന്നവർ തോറ്റു പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം പുറത്തായപ്പോൾ ഏറ്റവും മോശക്കാരനാണ് ഞാൻ. അപ്പൊ ഏറ്റവും മോശക്കാരനായ ആളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ടോ എന്തെങ്കിലും അധികപ്പറ്റായിട്ട്, അതായത് അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അല്ല ഞാൻ ഔട്ടായത്. അപ്പോൾ ഏറ്റവും മോശമാവേണ്ട ആള് ഞാനല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇനി അതിന്റെ സംഘാടകർ അത് അങ്ങനെ രഞ്ജിത്താണ് ഏറ്റവും മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല. ഈ ഗെയിം സ്ട്രാറ്റജീസ് വല്ലതും പ്ലാൻ ചെയ്ത് പോയിരുന്നു? ഗെയിം സ്ട്രാറ്റജി ഞാൻ ലവ് ട്രാക്ക് പിടിച്ചാൽ ഞാൻ ഗിസലിനെ പിടിക്കുള്ളൂ. ഞാൻ ലോക്കൽ ഏരിയയിലൊന്നും പിടിക്കുന്നത്, ഞാൻ ഇന്റർനാഷണൽ ലെവലില്ല. ദുബായ്, അമേരിക്ക, മുംബൈ ഒക്കെ ഉള്ള ഗിസയിലുമായിട്ട് ഞാനൊരു ലവ് ട്രാക്ക് അല്ല, ഞാനൊരു കോമഡി കോംബോ വർക്കൗട്ട് ചെയ്തു. കാരണം മലയാളം അറിയില്ല, മലയാളത്തിൽ നല്ല വാക്കുകളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്നിട്ട്, ജിസൈൽ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ. അവർക്ക് അറിയില്ല ആശ്ലേഷിക്കുക എന്നുള്ള വാക്ക്. മലയാളികൾക്കായിട്ടുള്ള പുതിയ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് അറിയില്ല. അല്ലെങ്കിൽ ഹഗ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ കുറച്ചുപേര് ഇരിക്കുമ്പോഴാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആശ്ലേഷിക്കുക. അപ്പൊ പിന്നെ കാണുമ്പോഴില്ല, ഗിസേൽ ഞാനൊന്ന് ആശ്ലേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പുറകിട്ട് ഓടിക്കുകയായിരുന്നു. അപ്പം ഏറ്റവും അവസാനം ഞാൻ പോയപ്പോഴും ഗിസേൽ എന്നെ വന്നിട്ടൊന്ന് ഹഗ് ചെയ്തു. അപ്പൊ ഞാൻ ഇതാണ് ആശ്ലേഷം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമഡി കോമ്പോ ഞാൻ വർക്കൗട്ട് ചെയ്തു. ഞാൻ പല പ്രാവശ്യം ഇട്ട് ഓടിച്ചു അതിനകത്ത്. ഞാൻ ആശ്ലേഷിക്കാൻ വരുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്തോട്ട് വരുമ്പോ. പിന്നെ അതുപോലെ ഇപ്പൊ റീലില് ഗുണ്ടി ഞാൻ ഗുണ്ടിയാണ്. നിങ്ങൾ പലരും വിചാരിക്കും എനിക്ക് മലയാളം നന്നായി അറിയില്ല. എനിക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഞാനൊരു ഗുണ്ടിയാണ് എന്ന് പറയുന്നില്ല. അപ്പൊ ഒരു ദിവസം അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പാനി അവൻ ഒരു ഗുണ്ടയാണ്,
അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് അവൻ ഗുണ്ടയാണ്, നീ ഗുണ്ടിയാവണം, അങ്ങനല്ലേ നമ്മൾ ചേട്ടനാണത് പറഞ്ഞു കൊടുത്തേ? അങ്ങനല്ലേ അത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളങ്ങനെ പിടിച്ചിരിക്കണം, നീ ഗുണ്ടിയാണ്, ഞാൻ ഗുണ്ടിയാണ്. അങ്ങനെയാണ് അതിന്റെ തുടർച്ചയായിട്ടുള്ള സംസാരമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തത് അവിടെ ഇല്ല. പിന്നീട് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഗുണ്ടി എന്നൊരു വാക്കില്ല, റൗഡി. റൗഡി കറക്റ്റ് ചെയ്തു. ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു പ്രശ്നമായിരുന്നു ഈ അനുമോള് ജിസേലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ജിസേലും ആര്യനും പുതപ്പിനുള്ളിൽ വെച്ച് വേണ്ടാത്ത എന്തോ ചെയ്തു എന്ന് അനുമോള് പറഞ്ഞു. നേരത്തെ ലക്ഷ്മിന്റെ കാര്യം പറഞ്ഞ പോലെ അനുമോളും തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും ഉറച്ചു നിന്നു. എങ്ങനെയായിരിക്കും അത്രയും ഒരു സദാചാര ചിന്താഗതി അനുമോൾക്ക് വന്നത്? ചിന്താഗതി അവളത് കണ്ട കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും കാര്യങ്ങളെ കണ്ടന്റ് ആക്കി മാറ്റണം എന്നുള്ളൊരു ബോധം കൊണ്ടാണ് അതിനകത്ത് കയറിയത്. ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം കുറച്ച് ദിവസം അവിടെ കരഞ്ഞൊക്കെ നിന്നതിന് ശേഷം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകാം. പക്ഷെ അവള് നിന്ന് പാകപ്പെട്ട് അതിന്റെ ഒരു ബിഗ് ബോസ് കണ്ടന്റ് ആയിട്ട് ഒരു കറക്റ്റ് ബിഗ് ബോസ് കണ്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ അത് കൃത്യമായിട്ട് നമുക്കത് റിയലൈസ് ചെയ്തത് ലാൽ സാർ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ തോന്നിയ ദിവസമാണ് പറയുന്നത്, എന്ത് തോന്നിയ ദിവസമാണ് പറയുന്നത്, അങ്ങനെ എന്തൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിച്ചു. എന്നിട്ട് പോലും ഞാൻ കണ്ട ലാലേട്ടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ധൈര്യസമയത്ത് അവിടെ നിന്ന് അവിടെ കരഞ്ഞില്ലല്ലോ. അതെ അതെ, അവിടെ മാത്രം കരഞ്ഞില്ല, ബാക്കി എല്ലാ സമയത്തും ബോൾഡായിട്ട് നിൽക്കാൻ ആണുങ്ങൾ പോലും ചിലപ്പോ ഒന്ന് പതറിപ്പോയെന്നെ. പക്ഷെ അവള് ബോൾഡായിട്ട് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവള് ശരിക്കും മാറി, പഴയതുപോലൊന്നും അല്ല, അങ്ങനെ കരച്ചിലൊന്നും അല്ല സംഭവം. കണ്ടതാന്ന് കൃത്യമായിട്ട് കണ്ടോ കണ്ടില്ലയോ, അങ്ങനെ നടന്നോ നടന്നില്ലയോ, അതൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചില്ല എന്ന് അവിടെ അത് ഈ ക്യാമറയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അവർക്ക് അവരുടെ ഇതിരിപ്പില്ലേ. രണ്ട് മനുഷ്യരുടെ ജീവിതം പോലും തകർക്കാൻ പാകത്തിലുള്ള ഒരു ഉമ്മ വെച്ചെന്ന് വിചാരിച്ചൊന്നും തകരത്തൊന്നുമില്ലെന്ന്. എന്ത് പുതപ്പിനിടയിൽ രണ്ടുപേരും കിസ് ചെയ്തെന്നല്ലേ പറഞ്ഞുള്ളൂ. അതൊന്നും ഒരു ജീവിതം തകരാൻ പോകുന്നില്ല. അതൊക്കെ എപ്പോഴും ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉമ്മ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മലയാളം ബിഗ് ബോസിൽ അതുപോലെയൊക്കെ ആവും. അത് താമസിയാതെ എപ്പിസോഡ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പോണതുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇനി ഇവർ കയറ്റില്ല, ഒരിക്കൽ കയറ്റി വിട്ടില്ല. പണ്ട് നേരത്തെ ജനിച്ചു പോയി, സിനിമാറ്റിക് ഡാൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ജനിച്ചു പോയത് ഒരു വലിയ നഷ്ടമായിട്ടിരിക്കുക. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ അങ്ങനെയാണ് പിള്ളേരുമായിട്ടൊക്കെ ഡാൻസ് കളിക്കായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പെൺപിള്ളേരോട് തൊട്ടടുത്ത് തന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല, ഒന്നും തൊടാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പിന്നെ പെൺകുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഹൈ മാറും, അകന്നു നിൽക്കൂ. ഇതാണ് ഇപ്പൊ പിള്ളേരൊക്കെ തോളൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. പക്ഷെ ഇപ്പോഴും സദാചാരത്തിന് മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. ഉണ്ട്, അത് കുറച്ച് വേണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ ഈ ഓക്കെ ആണെന്ന് തോന്നുന്നവർക്ക് ആരെങ്കിലും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ അല്ലാതെ എന്തെങ്കിലും വൃത്തിയായിട്ട് പോകുന്നവർക്കാണ് ഈ സദാചാരത്തിനെതിരെ കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നത്. അപ്പോൾ മുമ്പൊക്കെ ആരെങ്കിലും പെൺകുട്ടിയായിട്ട് ആരും കാണാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് സംസാരിക്കുക എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചേട്ടന്മാർ അതുവഴി പോയി കഴിഞ്ഞാൽ എന്തായാലും എവിടെയെങ്കിലും പോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഫ്രീഡം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോ അത് കുറച്ചുകൂടെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു ലൈസൻസ് പോലെ ആവുന്നുണ്ട്. അത് എവിടെ നിർത്തണം, എവിടം വരെ നമ്മുടെ ബന്ധമാവാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു വകതിരിവ് ആ കുട്ടികൾക്കുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. കുറച്ച് സദാചാരം വേണമെന്നാണോ അപ്പൊ പറയുന്നത്? അത് എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അസൂയ, കുറച്ച് കുശുമ്പ്, കുറച്ച് കോംപ്ലക്സ്, കുറച്ച് ഈഗോ, ഇതെല്ലാം വേണം. അതുപോലെ തന്നെ സദാചാര ബോധം ഇല്ലെങ്കിൽ പിന്നെ എന്തായി പോകുന്നേ നമ്മുടെ നാട്? അപൂർണമായിട്ട് ഒരു സദാചാര ബോധം ഇല്ലാത്തൊരു നാടിനെ കുറിച്ച് ചിന്തിച്ചു അന്ന് ചിന്തിക്കണം. വഴിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണടച്ച് പോകേണ്ടി വരും. കുറച്ചൊക്കെ വേണം അത്. പക്ഷെ അത് ഈ പറഞ്ഞാൽ ചിലർ അതിനെയൊക്കെ എന്റെ മുമ്പിൽ ഒന്നും നടക്കത്തില്ല എന്ന് ചിലർ വീരവാദം അടിച്ചുകൊണ്ട് ആ ഒരു മട്ടും ഭാവമുള്ളവരെ നമ്മൾ ഒഴിവാക്കി നിർത്തണം. ഇതല്ല ആരും എന്നാലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലടാ, ഞാൻ എന്തും തോന്നിയ ദിവസം കാണിക്കും, അതും നമ്മൾ ഒഴിവാക്കണം. എല്ലാത്തിനും ഒരു കാരണം ഇവിടെ നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ചില ആചാരങ്ങളിലും ചില വിശ്വാസങ്ങളിലൂടെയാണ് ഈ നാട് സഞ്ചരിക്കുന്നത്. അത് വാസ്തവമാണ്, അതിനെ നമുക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ല. അതാ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാനൊരു സദാചാരവാദിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ മുദ്ര കുത്തരുത്. ഇപ്പൊ അപ്പാനി ശരത്ത് ഇറങ്ങിയപ്പോഴാണെങ്കിലും ആരും പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ ആയിപ്പോയി, തോന്നിട്ടുണ്ടോ അങ്ങനെ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ വിചാരിച്ച അതിനൊക്കെ മുമ്പ് അല്ലെ, അതിനകത്തുള്ള എല്ലാവരും എന്നൊക്കെ മുമ്പേ പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് എൻ്റെ അടുത്താണ് അത് ചോദിക്കുന്നത്. ശരത്ത് കുറച്ച് ദിവസം നിന്നില്ലേ, അത് 7 വീക്ക് 35-40 ദിവസം നിന്നില്ലേ? ചേട്ടൻ ഇറങ്ങിയപ്പോ എന്തുകൊണ്ട് ആർക്കും കൈ കൊടുത്തില്ല? എന്തിനു കൈ കൊടുക്കുന്നു? എന്നാലും നമ്മുടെ കൂടെ 7 ദിവസം നിന്ന് വിചാരിച്ചു. എനിക്ക് ആരോടും ആത്മബന്ധമൊന്നുമില്ല അതിനകത്ത്. അങ്ങനെ പെട്ടെന്ന് ഒരാളോട് ആത്മബന്ധം ഉണ്ടാക്കാൻ എനിക്ക് പറ്റുകയില്ല, അങ്ങനെ ഒരാളുമല്ല. എനിക്ക് നേരത്തെ അറിയാവുന്ന ചിലരുണ്ട്, അവരോട് ചിലപ്പോൾ ഇന്ന് കൈ കൊടുക്കാനോ അല്ലെങ്കിൽ പോട്ടെ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞാലോ ചിലപ്പോൾ ഞാനൊന്ന് പൊട്ടിപ്പോകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൈ കൊടുക്കാതെ നിന്നത്. പിന്നെ ബാക്കിയാളുടെ ഇവിടെ എനിക്ക് ഒരാളോടും ആത്മബന്ധമില്ല, പുറത്തിറങ്ങിയാൽ ആരും കാണണമെന്നില്ല എനിക്ക്. ഇപ്പോഴും ഈ ബിഗ് ബോസ് ഹൗസിലെ ഇവരൊക്കെ എന്തിനാണ് നിൽക്കുന്നേ എന്ന് തോന്നിയ കണ്ടസ്റ്റൻസ് ആരെങ്കിലും? എല്ലാ കാലത്തും എല്ലാ സീസണിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇവരെന്തിനാണ് കയറ്റിയിട്ട്. പക്ഷേ
ഇതെല്ലാം കൂടെ ഈ സീസണിൽ രണ്ടുപേരുടെ പേര് പറയാൻ പറഞ്ഞ പേര് പറഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങി എന്നോട് രഞ്ജിത്ത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് വിദ്വേഷം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ഉണ്ട് പിന്നെ അത് എല്ലാ സീസണിലും ഞാൻ പറഞ്ഞു, എല്ലാ സീസണിലും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ ബിഗ് ബോസ് ആവുന്നത്. ഈ 20 പേരും പരസ്പരം കണ്ടാൽ ചീത്ത വിളിക്കുന്ന 20 പേരെയും കൂടെ തമ്മിൽ കണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ചീത്ത വിളിക്കുന്നവർ വേണം, സമാധാനപ്രിയർ വേണം, തമാശ ഉണ്ടാക്കുന്നവർ വേണം, വേറെ സെന്റിമെന്റ്സിന്റെ ആംഗിൾ കുറച്ച് ഇമോഷണലി അങ്ങനെയായിട്ടുള്ള ആളുകൾ വേണം. എല്ലാ ആളുകളും ചേരുന്നതാണ് ബിഗ് ബോസ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ വരുന്നതെല്ലാം സംഘർഷങ്ങൾ മാത്രം ഹൈലൈറ്റ് അടിയാക്കുമ്പോഴാണ് നമുക്ക് കുറെ കണ്ടന്റ്സ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. പക്ഷെ അതല്ലാതെ തന്നെ ഞാൻ ആ തുടക്കത്തിൽ എവിടെയൊക്കെ പറഞ്ഞു മൈൻഡ് ഗെയിം എന്നൊക്കെ ഇവർ പറയും, പക്ഷെ മൗത്ത് ഗെയിം മാത്രമായിട്ടാണ് പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ കിടന്ന ടാസ്കുകളിലൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ വേറെ തരത്തിലൊക്കെ ഈ ഷോയെ നമ്മൾ ഇഷ്ടപ്പെട്ടു. ഈ ടോപ്പ് 5 വരുന്ന ചേട്ടൻ വിചാരിക്കുന്ന ഒരു 5 പേരുടെ പേര് പറയാം. ടോപ്പ് 5 ഒരു 10 പേരെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെ ടോപ്പ് 5 10 പേര് വരില്ലല്ലേ? ഇല്ല, 5 പേരെ വരുള്ളൂ. അപ്പൊ ആരെങ്കിലും 5 പേര് വരും. ആരെങ്കിലും വരട്ടെ. സംസാരിക്കാൻ പേടിയാ, ആരെങ്കിലും വരട്ടെ. എപ്പോഴാണ് ഇങ്ങോട്ട് ട്രോൾ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും 5 പേര് വരട്ടെ. നമുക്ക് എന്താണ്, നമ്മള് ഒരു TV പ്രോഗ്രാം കാണുന്നു, വിടുന്നു, പോകുന്നു, അതിനപ്പുറം എന്താണ്? അതിന് അത്രയും അതിൽ നെഞ്ചി കയറ്റേണ്ട കാര്യമുണ്ടോ ബിഗ് ബോസിനെ? അല്ലെങ്കിൽ ബിഗ് ബോസ് വിടും, നമ്മൾ ലാലേട്ടന് ഇപ്പൊ അവാർഡ് കിട്ടി, എന്താ പറയാനുള്ളത്? മലയാളികൾക്ക് അഭിമാനം. എന്താണ് ചോദ്യത്തിന്റെ പിന്നിലെ ഗൂഢോദ്ദേശം? ഞാൻ നെഗറ്റീവായിട്ട് വല്ലതും പറയണം? മലയാളികൾക്ക് അപ്പോഴും അഭിമാനമല്ലേ? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. അദ്ദേഹം സിനിമ നിർമ്മിച്ചു, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് മലയാളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്തായാലും ഈ ചിലരൊക്കെ ജന്മദിനം വരുമ്പോഴും, ചില വലിയ സെലിബ്രിറ്റീസിന്റെ ജന്മദിനം വരുമ്പോഴും, ഇതുപോലെ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് അവർ പോസ്റ്റ് ഇടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്കങ്ങനെ ഇപ്പം മമ്മൂട്ടി സാറിന്റെ ഒരു ജന്മദിനം വരുമ്പോഴത്തേക്ക് സെപ്റ്റംബർ 7 അദ്ദേഹത്തിന്റെ ഞാനൊരു പ്രാവശ്യം ഇട്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇല്ല എനിക്ക്, എന്നാലും ഞാൻ ജന്മദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് ഫോട്ടോ ഒന്നും ഇല്ല. അപ്പൊ ബിഗ് ബോസിൽ പോയതിനു ശേഷം സംഭവിച്ചൊരു കാര്യം, അദ്ദേഹത്തോടൊപ്പം അടുത്തൊന്ന് നിൽക്കാൻ പറ്റി, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടെ ചിലപ്പോ ഇനി എനിക്ക് എന്റെ ഹൃദയവിശാലതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും ഓക്കെ, നല്ലത്, എനിക്ക് സന്തോഷം. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ കടുത്തൊരു ഹാർഡ് കോർ മമ്മൂക്ക ഫാൻ ആണെന്ന്. അല്ല, എൻ്റെ അടുത്ത് അങ്ങനെ പറയല്ല. മമ്മൂട്ടിയോ മോഹൻലാലോ എന്ന് ചോദിച്ചാൽ ഞാൻ മമ്മൂട്ടി എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ? മമ്മൂട്ടി ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന നിലയിൽ മമ്മൂട്ടി എന്ന നടനിൽ നിന്നാണ് എനിക്ക് ഒരുപാട് കണ്ടുപഠിക്കാനുള്ളത്. കാരണം അദ്ദേഹം ഒരു കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അദ്ദേഹം മമ്മൂട്ടി എന്ന വ്യക്തിയെ ഒരു കഥാപാത്രത്തിൽ നിന്ന് എത്രമാത്രം മാറ്റി നിർത്തുന്നു. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിലേക്ക് മമ്മൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. തിരിച്ച് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ കഥാപാത്രത്തിനെ മോഹൻലാലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. രണ്ടും നമുക്ക് ആസ്വാദ്യകരമാവും, നമ്മൾ എപ്പോഴും വണ്ടറടിച്ച് കണ്ടുകൊണ്ടിരിക്കും, വിസ്മയിപ്പിക്കുന്ന പ്രകടനം. അപ്പോൾ രക്തത്തിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഒരാൾ നടനായി ജനിച്ച മോഹൻലാൽ, മറ്റേ ആൾ നടനാകാൻ വേണ്ടി ജനിച്ചയാൾ മമ്മൂട്ടി. ഇതാണ് രണ്ടും വ്യക്തമായിട്ട് പറയാം. പുള്ളി നേടിയെടുത്തതാണ്, പഠിച്ച് നടനായ ആളാണ്. അത് ചില സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂട്ടി അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വണ്ടറടിക്കും. അതുപോലെ തന്നെ മോഹൻലാൽ ചില സംഭവങ്ങൾ അഭിനയിക്കുമ്പോൾ ചില കണ്ണിൻ്റെ ചലനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് തലങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഞാൻ ഇച്ചിരി മാർക്ക് കൂടുതൽ മോഹൻലാൽ ഓർ മമ്മൂട്ടി എന്ന് ചോദിച്ചാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പറയും. വെരി ഗുഡ്, നല്ലത്. അല്ല, അത് തന്നെ എതിർക്കത്തില്ല ഞാൻ ആരെയും. അങ്ങനെ അത് തെറ്റല്ല, അതും കറക്റ്റാണ്. അദ്ദേഹം, കാരണം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എങ്ങനെ വിസ്മയിപ്പിക്കുന്ന ഒരു നടൻ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഇൻട്രോയിൽ, നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇൻട്രോയിൽ പോയപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു അത് ആദ്യത്തെ ഇൻട്രോയിൽ തന്നെ അത് കട്ട് ചെയ്തോളാം. ഞാൻ എന്നാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ സാറിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. നമ്മുടെ എൻ്റെയൊക്കെ പ്രായത്തിൽ ഇതുപോലെ ഒരു ഗ്ലാസ് കൈ കിട്ടിയാൽ നമ്മൾ ഞങ്ങളുടെ ആ തലമുറയിൽപ്പെട്ട ആരെങ്കിലും, അതാണ് ആണുങ്ങളൊക്കെ ചുരുക്കം ചില പെൺപിള്ളേരുടെ കയ്യിലായിരുന്നു ഗ്ലാസ് ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ കണ്ണാടി എടുത്ത് ചെവിയിലോട്ട് വെച്ച് എന്നിട്ടൊരു മിററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അറിയാതെ നമ്മുടെ തോളൊന്ന് ചരിയും. സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഈ ചരിവ് നമ്മളിലേക്ക് ആവേശിപ്പിച്ചത് സാക്ഷാൽ മോഹൻലാലാണ്. പിന്നെ ലോകാത്ഭുതമായ പിസയിലെ ചരിഞ്ഞ ഗോപുരം പോലെ മലയാളത്തിലെ ചരിഞ്ഞ വിസ്മയമാണ്, ചരിഞ്ഞ ഗോപുരമാണ്, ചരിഞ്ഞ അത്ഭുതമാണ് മോഹൻലാൽ. സാറിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പം ആ ഒരു ചരിവിലൂടെ അത് അറിയാണ്ട് നമ്മളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏത് വസ്ത്രം ധരിച്ച് ആരെ കണ്ടാലും നമുക്കുണ്ടാകുന്നതിനേക്കാൾ രോമാഞ്ചമാണ് മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി വരുന്നത്. അതുണ്ടാക്കുന്ന രോമാഞ്ചം ആര് കോട്ട് സൂട്ട് ഇട്ട് വന്നാലോ എന്ത് വെച്ചാലും കിട്ടില്ല.
അപ്പൊ അങ്ങനെ ഒരു ആനച്ചന്തമാണ്. അങ്ങനെ നമുക്ക് ആ ഒരു രോമാഞ്ചം നമുക്ക് പകർന്നു നൽകിയത് അദ്ദേഹം. അതൊക്കെ കൊണ്ട് അദ്ദേഹം ഒട്ടും മോശമല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മമ്മൂട്ടി ഒരു മോഹൻലാൽ മമ്മൂട്ടി. ആ ഒരു ഡിസിഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിൽ ഞാൻ നിങ്ങളെ എനിക്ക് കാരണം ഉണ്ടല്ലോ പറയാൻ, ഞാൻ വെറുതെ പറയല്ലോ. നമ്മളിപ്പോൾ ഒരുപാട് ബിഗ് ബോസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിതത്തെ ഒരുപാട് ദീർഘവീക്ഷണത്തോടെ കാണുന്ന ഒരു ആളാണ്. നമ്മളെ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ മനുഷ്യരോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രേക്ഷകരോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സുഖം മറ്റൊരാളുടെ ദുഃഖമാകരുത്, നമ്മുടെ കംഫർട്ട് മറ്റുള്ളവർക്ക് ഡിസ്കംഫർട്ട് ആകരുത്. നമുക്ക് സൂഹിക്കാം, എത്ര വേണേലും സൂഹിക്കാം നമ്മുടെ ആവശ്യത്തിന്, പണത്തിനനുസരിച്ച് നമ്മുടെ എല്ലാം. പക്ഷെ അത് വേറൊരാളെ ദുഃഖിപ്പിച്ചുകൊണ്ടാവരുത്. ഒന്ന്. രണ്ടാമത്തെ, നമുക്ക് നമ്മുടെ കംഫർട്ട് മറ്റുള്ളവർക്ക് ഡിസ്കംഫർട്ട് ആകരുത്. ഇപ്പോൾ എൻ്റെ കംഫർട്ട് എനിക്ക് തുണിയില്ലാതിരിക്കുന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുക, അത് പക്ഷേ മുമ്പിലിരിക്കുന്ന ആൾക്ക് അത് ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന പോലെ അങ്ങനെ ചിന്തിച്ചാൽ ഒരു പക്ഷേ സമൂഹം നന്നായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു അധ്യാപകനാവേണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന് വേണ്ടുന്ന ഒരുത്തനേ അല്ല ഞാൻ, അധ്യാപകനൊന്നുമല്ല. വേറെ യൂണിവേഴ്സിൽ പോയി ചിരിക്കാം. അതെ, ഈ നാട്ടിന് വേണ്ടുന്ന ഒരാളെ അല്ല ഞാൻ. ഇവിടെ ജനിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. എന്തിന് ജനിച്ചു വന്നത്? ഇപ്പൊ അച്ഛനെ കാണുമ്പോഴൊക്കെ എൻ്റെ ഒരു ആത്മരോഷം അതാണ്, എന്തിനാണ് ഇവിടെ എന്നെ ജനിപ്പിച്ച് ഇങ്ങനെ വിട്ടത്. അപ്പൊ ചേട്ടാ, ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ വന്ന് സംസാരിച്ചതിൽ. ഇനിയും നമുക്ക് ഒരുപാട് തവണ ഇരിക്കണം, നമുക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കണം. അപ്പോൾ പ്രേക്ഷകർക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു. വെൽക്കം.